നാം ഏവരുടെയും പ്രിയങ്കരനും ബഹുമാന്യനുമായ തോമസ് പതിക്കലച്ഛൻ്റെ വേർപാട് നമുക്കെല്ലാം വലിയ വേദനയും ദുഃഖവുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അച്ഛൻ ഈ ഇടവകയിൽ സേവനം ചെയ്യുന്ന സമയത്താണ് വിശുദ്ധ കുർബാനയിൽ തന്നെ ക്രിസ്തുവിൻ്റെ രൂപം പ്രത്യക്ഷപ്പെട്ടത്. അത് നമ്മളുടെ വിശ്വാസ ദൃഢതയെ വർദ്ധിപ്പിക്കാൻ ഏറെ കാരണമായിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം. എനിക്ക് അച്ഛനെ ഒരു സഹപാഠി എന്ന നിലയിൽ വർഷങ്ങൾക്ക് മുൻപുള്ള പരിചയമുണ്ട്. കിളിയന്തറ സ്കൂളിൽ ഒന്നിച്ചു പഠിച്ചു. ഞങ്ങളുടെ ബാച്ച്മേറ്റിൻ്റെ ഒരു സമ്മേളനം അച്ഛൻ തന്നെ മുൻകൈയെടുത്ത് നേതൃത്വം നൽകി ഓടന്തോട് ഇടവകയിൽ അച്ഛൻ സേവനം ചെയ്ത അവസാനത്തെ ദിവസങ്ങളിൽ അവിടെ സംഘടിപ്പിച്ചിരുന്നു. ഞാനതിൽ പങ്കെടുത്ത് ഓർമ്മിക്കുകയാണ്. കിളിയന്തറ സ്വദേശിയായ അച്ഛൻ്റെ വേർപാട് ആ കുടുംബത്തിനും തലശ്ശേരി അതിരൂപതയുടെ വിവിധ ദേവാലയങ്ങളിൽ വികാരിയായി നെടുമ്പറച്ചാലിലും ചെടിക്കുളത്തുമെല്ലാം അച്ഛൻ സേവനം ചെയ്യുന്ന സമയത്ത് ജനപ്രതിനിധിയായി പ്രവർത്തിക്കുന്ന സമയത്ത് എനിക്കും അച്ഛനുമായി വലിയ സുഹൃത്ത് ബന്ധമാണ് ഉണ്ടായിരുന്നത്. തീക്ഷ്ണമായ വിശ്വാസവും പ്രാർത്ഥന നിർഭരമായിട്ടുള്ള ഭക്തി ജീവിതവുമാണ് അച്ഛൻ്റെ മുതൽക്കൂട്ട്. നമുക്കെല്ലാവർക്കും അറിയാം. രോഗാവസ്ഥയിൽ അദ്ദേഹം കഴിയുമ്പോഴും നല്ല സന്തോഷത്തോടെ എല്ലാ വേദനകളും ഉൾക്കൊള്ളുകയായിരുന്നു. ഒരു സഹപാഠിയായ ടീച്ചർ അച്ഛനെ അവസാനത്തെ ദിവസം വിളിച്ചപ്പോഴും രോഗമെല്ലാം സുഖപ്പെട്ട് കാണാൻ സാധിക്കും എന്ന വിശ്വാസമാണ് അച്ഛൻ പ്രകടിപ്പിച്ചത്. അച്ഛൻ്റെ വേർപാട് ആകസ്മികമല്ല എങ്കിൽ പോലും നമുക്കെല്ലാം വേദനയുണ്ടാക്കുന്നു. തലശ്ശേരി അതിരൂപതയ്ക്ക്, ഈ ഇടവക സമൂഹത്തിന്, അച്ഛൻ്റെ കുടുംബാംഗങ്ങൾക്ക്, കിളിയന്തറ ഇടവക സമൂഹത്തിന്, എല്ലാവരും, സുഹൃത്തുക്കൾക്ക്, ബന്ധുമിത്രാദികൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയിട്ടുള്ള വലിയ വേദനയിൽ ഞാനും പങ്കുചേരുന്നു. അച്ഛൻ്റെ ആത്മാവിന് വേണ്ടിയുള്ള നിത്യശാന്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ നമുക്കൊന്നിച്ച് പങ്കുചേരാം എന്ന വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി ആദരാജ്ഞങ്ങൾ അർപ്പിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ.